ദൈവദാസൻ ഫാദർ തിയോഫിൻ അച്ഛന്റെ ധന്യപദവി പ്രഖ്യാപനം ഏപ്രിൽ 26 ഞായറാഴ്ച പൊന്നൂരിനെ കപ്പുച്ചിൻ ആശ്രമത്തിൽ നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ തിയോഫിൻ സമാധിയിൽ നാമകരണ പ്രാർത്ഥന കോട്ടപ്പുറം രൂപതാ മെത്രാൻ റവറന്റ് ഫാദർ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ നിർവഹിക്കും. തിയോഫിൻ അച്ഛന്റെ വിശ്വാസ ജീവിതം, ത്യാഗപൂർണമായ സേവനം, ആത്മീയ സമർപ്പണം, അദ്ദേഹത്തിന്റെ വിശുദ്ധ ജീവിതത്തെ മാനിച്ചുകൊണ്ടാണ് സഭ അദ്ദേഹത്തെ ധന്യപദവിയിലേക്ക് ഉയർത്തുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ കോഴിക്കോട് അതിരൂപത മെത്രോപ്പൊലീത്ത മോസ്റ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികനാകും. വചനപ്രഘോഷണം ബിഷപ്പ് എമിരിറ്റസ് മോസ്റ്റ് റവറന്റ് ഡോക്ടർ സ്റ്റാൻലി റോമൻ നിർവഹിക്കും. ധന്യപദവി പ്രഖ്യാപനം എബിച്ചൻ അറക്കൽ. അങ്ങനെ പ്രഖ്യാപിച്ച, അങ്ങനെ ഒരു ധന്യനാക്കി ഉയർത്തിയ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ആ പ്രഖ്യാപിച്ചതിൻ്റെ ഇന്ത്യയിലെ ആഘോഷമാണ് പൊന്നൂരിനി ആശ്രമത്തിൽ വെച്ച് ഈ 26-ാം തീയതി ഞായറാഴ്ച പൊന്നൂരിനി ആശ്രമത്തിൻ്റെ ചുറ്റുപാടും ഉള്ള ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിട്ട് ഞങ്ങൾ കൊണ്ടാടുന്നത്. അതിൻ്റെ ആഘോഷ പ്രക്രിയയുടെ ഫലമായിട്ട് തന്നെ, ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ 8 കമ്മിറ്റികളായിട്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ആൾമായരും മറ്റ് ഞങ്ങളെ സഹായിക്കുന്ന മറ്റ് മനുഷ്യരുമായിട്ട് ചേർന്നുകൊണ്ട് കമ്മിറ്റികളായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഓരോ കമ്മിറ്റികളും അതിൻ്റേതായ രീതിയിൽ പ്രവർത്തനം നടത്തി ഏകദേശം 5000 മുതൽ 6000 വരെയുള്ള ജനങ്ങളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച 10 മണിക്കുള്ള ആഘോഷമായ പൊന്റിഫിക്കൽ ദിവ്യബലി, അതിൽ അനേകം മെത്രാന്മാർ പങ്കെടുക്കുന്നുണ്ട്, വൈദികരും സന്യാസികളും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കപ്പുച്ചിൻ സഭയിലെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ഉന്നത അധികാരികൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ ആഘോഷ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയത്തായതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു 6000 അല്ലെങ്കിൽ 7000-ലധികം ആൾക്കാർ അവിടെ വരാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായ തിയോഫിൻ അച്ഛൻ്റെ ജീവിതം വിശ്വാസികൾക്ക് മാതൃകയാണെന്ന ജനറൽ കൺവീനർ ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് അഭിപ്രായപ്പെട്ടു. ഈ മഹത്തായ ആത്മീയ ചടങ്ങിൽ വിശ്വാസികളും പൊതുജനങ്ങളും പങ്കുചേരണമെന്ന് ഫാദർ ആൻസൺ ലോറൻസ്, ഫാദർ സേവിയർ, ജൽ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.